നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമുക്ക് പരസ്പരം പ്രണയിച്ച് ജീവിക്കാൻ ജഗദീപേട്ട. കടലും അത് പുണരുന്ന കരയും പോലെ, ആകാശം ചുംബിക്കുന്ന ഭൂമിയെ പോലെ, രാത്രിയെ സ്നേഹിക്കുന്ന പകലിനെ പോലെ, പഴങ്കഞ്ഞി ഉപ്പും പോലെ. കളഞ്ഞു. ഞാനൊരു മൂഡിലോട്ട് വന്നതായിരുന്നു. അയ്യോ സോറി സുസു. സുസുവിന് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. പഴങ്കഞ്ഞി മസ്റ്റാണ്. തൽക്കാലത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഇനി എന്റെ ഫ്ലോ തടസ്സപ്പെടുത്തരുത്. ഇല്ല. ഈ കടൽ, ഇതിലെ തിരകൾ, ഉപ്പുരസമുള്ള കാറ്റ്, ഇതെല്ലാം കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക ജഗദീപേട്ട. ഭ്രാന്ത? അതല്ലെങ്കിൽ നിനക്ക് ഭ്രാന്ത് തന്നല്ല. എങ്ങനെയാ ഭ്രാന്ത് പിടിക്കുന്നതെന്ന് ജഗദീപേട്ടൻ ചോദിച്ചില്ലല്ലോ. അതിപ്പോ ഒരാൾക്ക് ഭ്രാന്താവാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ലല്ലോ. ഇത് നട്ടഭ്രാന്ത്. ഇതല്ല ജഗദീപേട്ട. എന്ന്? പ്രണയം കൊണ്ടുള്ള ഭ്രാന്ത്. അത് ഉച്ചക്കിറുക്ക്. ജഗദീപേട്ടൻ, ഈ കടലിന്റെ നടുവിൽ എനിക്കൊരു മാണിക്യ കൊട്ടാരം കെട്ടിത്തരണം. 7000 നിലയുള്ള മാണിക്യ കൊട്ടാരം. അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയില് നമ്മുടെ മണിയറയാ. അവിടെ എല്ലാ രാത്രിയും നിലാവും നക്ഷത്രങ്ങളും ആകാശത്തിലെ ചന്ദ്രനും ഒക്കെ നോക്കി നിൽക്കുമ്പോ നമ്മൾ പരസ്പരം പ്രണയം കൈമാറും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ സുസ്മിതേ? എന്തേ? അത് ഒന്നാമത് ചന്തുവിന്റെ വാടക വീടിന്റെ ചായ്പിലാണ് ഞാൻ കിടന്ന് തുടങ്ങിയിരുന്നത്. അവിടെ ഒരു ഓട് പൊട്ടിയിട്ട് മഴവെള്ള ഉച്ചി വീണപ്പം ആ ഓട് മാറ്റാൻ പെട്ട പാടെന്താണെന്ന് എനിക്കറിയാം. ഞാൻ നിനക്ക് കടലിന്റെ നടുക്ക് 7000 നിലയുള്ള കൊട്ടാരം പണിയണം, അത് മാണിക്യം കൊണ്ട്. രണ്ടാമത്തെ കാര്യം, എനിക്ക് നീന്തൽ അറിഞ്ഞുവിടുന്നു. അപ്പൊ ജഗദീപേട്ടന് നീന്തൽ അറിഞ്ഞൂടാ? ഇല്ല. മുട്ടറ്റം വെള്ളം കണ്ട എനിക്ക് പേടിയാവും. പിന്നെ ഈ ചെന്നിയുടെ അസുഖണ്ടേ, മനസ്സിലായില്ലേ? ഈ ചുഴലി, ഫിറ്റ്സ് എന്ന് പറയൂലേ, അതുണ്ട്. ഒറ്റയ്ക്ക് എങ്ങാനും വെള്ളത്തിൽ വീണാലേ എപ്പോഴാ ഫിക്സ് വന്ന് പിടച്ച് ചാവണേന്ന് അറിയാൻ പറ്റില്ല. എന്താ സുസ്മിത അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല. ജഗദീപേട്ടന്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ബലവും ദൗർബല്യവും ഒക്കെ അറിഞ്ഞിരിക്കട്ടെ ഞാൻ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഇതൊക്കെ നേരത്തെ പറയണ്ടേടാ. നിന്നെ എപ്പോഴേ ഞാൻ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊന്നേനെ. അതെ, നമുക്ക് പോയാലോ? ഇത്രയും വെള്ളം ഒരുമിച്ച് കണ്ടിട്ട് എനിക്ക് പേടിയാവണം. അങ്ങനെ പേടിക്കാതെ ജഗദീപേട്ടാ, ഞാനില്ലേ കൂടെ. നമുക്ക് ഇനിയും സ്ഥലങ്ങൾ കാണാനുണ്ട്. വാ വാ. ഇതുവരെ കാണാത്ത ഏത് സ്ഥലമാ ഉള്ള ഇവിടെ? അതൊക്കെ ഉണ്ട് ജഗദീപേട്ടൻ, വാ വാ. ഇതുവരെ കാണാത്ത സ്ഥലം ഏതാന്നോ? കടലിന്റെ അടിത്തട്ട് കാണിച്ചു തരാവടാ നിനക്ക് ഞാൻ. രോഹിത്തിനേക്കാൾ കഷ്ടമായിരിക്കും നിന്റെ വിധി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവരുടെ അവസാനത്തെ അടവായിരിക്കും ഈ ആത്മഹത്യാ നാടകം. അപ്പോ ആതിര ചെയ്തതോ? ആതിരയും ഇതുപോലെ ഒരു തവണ ശ്രമിച്ചില്ലേ സന്ദീപിന് വേണ്ടി? അന്നെന്താ തനിക്ക് സംശയം തോന്നാത്തത്? ആ ശ്രമത്തോടെയല്ലേ നമ്മൾ അവരുടെ വിവാഹം നടത്തിക്കൊടുത്തത്. അങ്ങനെ നടത്തിക്കൊടുത്തെങ്കിൽ അത് അവളെ കെട്ടാൻ പോകുന്നവരും കൂടി ഇഷ്ടം ഉണ്ടായിട്ട് അവൾ അങ്ങനെ ചെയ്തെന്ന് കരുതി എന്റെ വീട്ടുകാരെല്ലാം സന്ദീപിനെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തില്ലല്ലോ. അവളെ ആ ബന്ധത്തിന് പിന്തിരിപ്പിക്കാനല്ലേ ശ്രമിച്ചത്? ഇവിടെ അതാണോ നടക്കുന്നതും നടക്കാൻ പോകുന്നതും? എന്തെങ്കിലും പറയുമ്പോ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല സച്ചേട്ടാ. അറ്റ്ലീസ്റ്റ് കൺമുന്നിലുള്ളവര് നല്ലതാണോ മോശമാണോ എന്നെങ്കിലും മനസ്സിലാക്കാൻ നോക്കണം. സച്ചേട്ടൻ ദേഷ്യപ്പെട്ടാലും ഇനി എന്നെ തല്ലിയാലും ശരി, ഞാൻ പറയും. അവന്തി എന്ന് പറയുന്ന ഏട്ടത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. മുന്നിൽ ചിരിക്കുന്ന മുഖം മാത്രമേ ഉള്ളൂ. ഉള്ളിലിരിപ്പുണ്ടല്ലോ. സ്ത്രീകൾ പോയിട്ട്
മനുഷ്യര് ചെയ്യുമെന്ന് പോലും സംശയം ഉണ്ടാക്കുന്നതാ. നിർത്തടി. നീ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടായി പോന്നെ? എന്താ നീ സ്ഥാപിക്കാൻ നോക്കുന്നത്? അവന്തികടുത്ത് എന്ത് ചീപ്പ് നാടകം കളിച്ചു എന്നാ? എങ്കിൽ ഞാനും പറയട്ടെ നിന്നെ കുറിച്ച്. സന്ദീപിനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നീ പറഞ്ഞിട്ടാണ് അന്ന് ആതിര ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് ഞാൻ പറഞ്ഞ നിനക്ക് വിഷമം തോന്നുമോ? അപ്പോ നിനക്ക് സങ്കടം വരും. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ ഏട്ടത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കരുതെന്ന്. നിനക്ക് എല്ലാവരെയും സംശയം. ആ സംശയത്തിൽ നിന്നുകൊണ്ടാ നീ എല്ലാവരെയും നോക്കിക്കാണുന്നത്. എന്നാ എല്ലാവരും അങ്ങനെയല്ല. സന്ദീപിനെ അനയാക്കി കൊടുക്കണമെങ്കിൽ എന്നെ ഏട്ടത്തിക്ക് അതാവായിരുന്നു. സന്ദീപ് സ്നേഹിക്കുന്നത് നിന്റെ അനിയത്തി ആയതുകൊണ്ട് മാത്രമാണ് ഏട്ടത്തെ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തതും അച്ഛനോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ച് വഷളാക്കാത്തതും. ശരി, നീ പറഞ്ഞതുപോലെ ഈ സംഭവം ഏട്ടത്തിയുടെ പ്ലാൻ ആണെങ്കിൽ അതെന്തിന്? അവന്തികടുത്ത് നേരെ ചെന്ന് അച്ഛനോട് പറഞ്ഞാ എന്താ സംഭവിക്കുന്നത് നിനക്കറിയോ? അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കലഹമായി മാറും. നമ്മൾ പറയുന്ന പോലെ ആയിരിക്കില്ല അത്. അത്ര എളുപ്പവഴി മുന്നിലുള്ളപ്പോ അനഘയുടെ രക്തം കാണേണ്ടതില്ല ഇത് അവർക്ക് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നീ എന്താ പറഞ്ഞത്? കൈയിന് ബലമായി പിടിച്ചു വെച്ച് അർത്ഥതാണോന്ന് നിനക്ക് സംശയമുണ്ടെന്നോ? എന്തിന്? സന്ദീപിനെ കൊണ്ട് സമ്മതിപ്പിക്കാനോ? ഏട്ടത്തെ പറയേണ്ട പോലെ പണ്ട് പറഞ്ഞിരുന്നെങ്കിൽ അവൻ അന്നേ അനുസരിക്കുമായിരുന്നു. അതുകൊണ്ട് ഏട്ടത്തെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള നിന്റെ ഈ സംസാരം ഇവിടെ നിർത്തിക്കോണം. നീ ഏട്ടത്തെ പറ്റിയെന്നല്ല ആരെപ്പറ്റിയും. ഞാൻ ഇതുവരെ നിന്റെ വീട്ടിലെ ആരെങ്കിലും കുറ്റം പറഞ്ഞ് നീ കേട്ടിട്ടുണ്ടോ? ഈ വീട്ടിലെ മറ്റാരെങ്കിലും പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ? അപ്പൊ ആ മര്യാദ എന്റെ ഭാര്യയും കാണിക്കണം. നിനക്ക് എന്നോട് എന്തും പറയാം. എന്റെ വീട്ടുകാരെ പറ്റി മോശമല്ലാത്തത് എന്തും. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ച ഇങ്ങനെയായിരിക്കില്ല എന്റെ പ്രതികരണം. പറഞ്ഞില്ലെന്ന് വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛാ, വാ മോളെ. ആള് ഉറങ്ങിയില്ലേ? ഇല്ല അച്ഛാ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താ മോള് ഉറങ്ങാത്തത്? ഗംഗ എവിടെ? ഗംഗയും കിടന്നിട്ടില്ല, അപ്പുറത്ത് എവിടെയോ ഉണ്ട്. നാളെ ഗംഗ പോവല്ലേ അച്ഛാ? പിന്നെ എനിക്ക് ആരാ ഉള്ളത്? അച്ഛൻ ഗംഗയെ കല്യാണം കഴിക്കുവോ? അച്ഛൻ ശ്രേയ കല്യാണം കഴിച്ചാ പിന്നെ ഞാൻ അച്ഛനോട് മിണ്ടില്ല. സത്യമായിട്ട് ഞാൻ പിന്നെ അച്ഛനോട് മിണ്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ മോളെ? ഞാൻ ഗംഗയോട് ചോദിച്ചില്ലേ? പിന്നെ മുത്തശ്ശിയോടും ചോദിച്ചില്ലേ? നമ്മുടെ മനസ്സ് ആരും കാണുന്നില്ല മോളെ. ആർക്കും അത് കാണുകയും വേണ്ട. എല്ലാവർക്കും അവരവരുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും നേടാനുള്ള ഓട്ടപ്പാച്ചിലുകൾ മാത്രമാണ്. അതൊന്നും എനിക്കറിയില്ല. അച്ഛനും ഗംഗയെ ഇഷ്ടമാണ്, ഗംഗയ്ക്ക് അച്ഛനെ ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചാ എന്താ? ബാക്കിയുള്ളവർ എന്തിനാ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്? അച്ഛനെന്താ മറുപടി പറയാത്തത്? എന്ത് പറഞ്ഞാ നിന്നെ ഇത് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പല ചോദ്യങ്ങൾക്കും ഉത്തരം എനിക്കും അറിയില്ല മോളെ. ചോദ്യോത്തരം പറഞ്ഞിരിക്കാൻ ഇത് പരീക്ഷയൊന്നും അല്ലല്ലോ. അച്ഛൻ നാളെ ഗംഗയെ കല്യാണം കഴിച്ചാ മതി. ആരെന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ അമ്മയായിട്ട് ഗംഗ മതി.
എന്തിനാ മോളെ വാശി പിടിക്കുന്നേ? ഒന്നുമില്ല, അവള് വെറുതെ ഓരോന്ന് പറയായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അച്ഛൻ എങ്ങനെ കല്യാണം കഴിച്ചാ മതി. നാളെ കല്യാണമല്ലേ, നിനക്ക് ഉറങ്ങണ്ടേ മാളു? പാവം മാളുവിന് ഗംഗ ഇവിടുന്ന് പോകുന്നതിന്റെ സങ്കടമാണ്. മോളെ, ഇനി ഉറക്കം കളഞ്ഞ നാളെ നല്ല ക്ഷീണമായിരിക്കും. കല്യാണത്തിന് സുന്ദരി കുട്ടിയായിട്ട് എല്ലാവരും മുന്നിൽ നിൽക്കേണ്ടതല്ലേ? വേഗം ഉറങ്ങാൻ നോക്ക്. ഞാൻ ഗംഗയെ വിളിക്കാം. ഗംഗേ, ഗംഗേ. അച്ഛൻ എങ്ങനെ കല്യാണം കഴിച്ചാൽ മാത്രമേ ഞാൻ കല്യാണത്തിന് വരൂ. അല്ലെങ്കിൽ എനിക്ക് ആ കല്യാണം കാണണ്ട. ശ്രേയെ കല്യാണം കഴിച്ച് എന്റെ അമ്മയായിട്ട് കൊണ്ടുവന്ന പിന്നെ ഞാൻ ആരോടും മിണ്ടില്ല. ഞാൻ എന്റെ അമ്മയുടെ വീട്ടിൽ പോവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രായവും പക്വതയുണ്ടെന്ന് നടിക്കുന്ന നമ്മളാണ് ശരിക്കും തെറ്റുകൾ ചെയ്യുന്നത്. കുട്ടികളാണ് എന്നും ശരി. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മോനെ. നീ ഗംഗയെ ആഗ്രഹിച്ചു, നീ അത് അവളോട് തുറന്നു പറഞ്ഞു. മുത്തശ്ശിയോട് നീ അനുവാദം ചോദിച്ചു. പക്ഷെ അവർ രണ്ടുപേരും നിന്റെ സ്നേഹം കണ്ടില്ല എന്നു നടിച്ചു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ വീട്ടിൽ ജീവിച്ച് നമ്മുടെ സൗജന്യങ്ങൾ കൈപ്പറ്റി ഇത്രയും നാളും കഴിഞ്ഞിട്ട് നീ ഒരാഗ്രഹം പറഞ്ഞപ്പോ അതവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു സ്ഥാനം കൊടുക്കാൻ നീ തയ്യാറായപ്പോ ഒരു കരുണയില്ലാതെ, ഒരു മനസാക്ഷിയില്ലാതെ അവര് നിഷേധിച്ചില്ലേ? അതിന്റെ പേരിൽ നീ ഇനിയും വേദനിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. മോനെ, നീ വിഷമിക്കരുത്. നിന്റെ മനസ്സിൽ എന്താണെങ്കിലും നീ അമ്മയോട് തുറന്നു പറ. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നാളെ നിനക്ക് ഗംഗയെ വിവാഹം കഴിക്കണോ? ഈ അമ്മ അത് നടത്തി തരും. എനിക്കതിനൊരു മുത്തശ്ശിയുടെ അനുവാദം വേണ്ട, ഗംഗയുടെ അനുവാദവും വേണ്ട. എന്റെ മകന്റെ സന്തോഷ ഈ അമ്മയ്ക്ക് വലുത്. നാളെ നിങ്ങളുടെ വിവാഹം ആ പന്തലിൽ വെച്ച് ഞാൻ നടത്തിത്തരാം. ആര് സമ്മതിച്ചില്ലെങ്കിലും നീ അവളുടെ കഴുത്തിൽ താലി കെട്ടും. കൈലാസം വീട്ടിലെ ദേവിയാനിയാ പറയുന്നത്. എല്ലാവരെയും പിടിച്ചുകെട്ടി ഞാൻ നടത്തിത്തരും നിങ്ങളുടെ വിവാഹം. മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമഹൻ അമ്പയെയും അംബികയും അംബാലികയും പിടിച്ചുകെട്ടി കൊണ്ടുവന്ന് വിവാഹം നടത്തിയിട്ടുണ്ട്. ഇതും അതുപോലെ ഒന്നാന്ന് കരുതിയ മതി. നിന്റെ ഒരു വാക്കു മതി മോനെ ഈ അമ്മയ്ക്ക്. പക്ഷേ വിവാഹം നടത്തിത്തരാൻ മാത്രമേ ഈ അമ്മയ്ക്ക് സാധിക്കൂ. പിന്നെ അവളോടൊപ്പം ജീവിക്കേണ്ടത് നീയാ. നിന്റെ സ്നേഹം നിഷേധിച്ച, നിന്റെ താലി വേണ്ടാന്ന് വെച്ചൊരു പെണ്ണിനോടൊപ്പം നിനക്ക് ജീവിക്കണോ? അതോ നിനക്ക് വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന അമ്മ നിനക്കായി കണ്ടെത്തിയ ശ്രേയയ്ക്കൊപ്പം ജീവിക്കണോ? നമ്മൾ സ്നേഹിച്ചവരെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നവരെയാ നമ്മൾ കൂടെ നിർത്തേണ്ടത്. അവരാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് നിന്റെ ഭാര്യയാവേണ്ടത് ശ്രേയയാണ് മോനെ. വാ, ഒരുപാട് ആലോചിക്കാതെ, മനസ്സ് വിഷമിപ്പിക്കാതെ എന്റെ മോനെ ഉറങ്ങിക്കോ. നാളെ രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ?
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പറഞ്ഞതല്ലേ എനിക്കിനി ഇവിടെ നിൽക്കാനാവില്ല എന്ന്. ആ സത്യം മറ്റാരേക്കാളും ഡോക്ടർക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇതൊരു തൽക്കാലത്തെ മാറിനിൽപ്പായി ലച്ചു കണ്ടാൽ മതി. എല്ലാ ബന്ധങ്ങളും അവസാനിച്ചെന്ന് ലച്ചു കരുതരുത്. ലച്ചു ആരുമില്ലാത്തവളല്ല. ലച്ചുവിന് വേണ്ടി കാത്തിരിക്കാനും ആളുണ്ട്. ഈ ഒരു അവസരത്തിലെങ്കിലും എനിക്കത് പറയണം. ബസ് പോവും. അതെ, ബസ് എടുക്കുന്ന സമയമായി. പെട്ടെന്നോ. ഞാനൊന്ന് കയറട്ടെ. ശരി എന്നാ. ബൈ. ലച്ചു, ലച്ചു, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. ലച്ചു, നീ ഇറങ്ങ്. ഞാനാ പറയുന്നേ, നീ ബസ്സിൽ നിന്ന് ഇറങ്ങ്. നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കരുത്. ഞാനൊരു ജോലി കിട്ടി പോവാ. എന്നെ പോവാൻ അനുവദിക്ക. ഞാൻ നിങ്ങളോട് യാചിക്കുക. ലച്ചു, നിനക്കിപ്പോ എല്ലാം ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്ന സാഹചര്യം അല്ല. നീ ഒന്ന് ഇറങ്ങ്. എനിക്ക് പറയാനുള്ള നീ ഒന്ന് കേൾക്ക്. സമയം കയറിക്കോ. ചേട്ടാ പ്ലീസ്, വണ്ടി എടുക്കല്ലേ. എനിക്കൊന്നും കേക്കണ്ട. ഞാൻ പോവാണ്. നമ്മൾ തമ്മിൽ ഇനി കാണില്ല. എന്നെ എന്നോട് ചാരും വരരുത്. നീ പൊയ്ക്കോ. എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോ. അമ്മ ഹോസ്പിറ്റൽ ICU. നീ പോയാ പിന്നെ അമ്മ ഉണ്ടാവില്ല. എന്റെ അമ്മയുടെ ജീവനും കൊണ്ടാ നീ പോകുന്നത്. ഇനി നീ പോണെങ്കി പൊയ്ക്കോ. നീ പോ. ചേച്ചി, അമ്മ ക്രിട്ടിക്കൽ സ്റ്റേജില. സോറി. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? സഞ്ജുവിനെ അന്വേഷിച്ചിട്ട് പോയി. പിന്നെ ശ്രീദേവിയമ്മയ്ക്ക് ബോധം വീണിട്ടില്ല. ഡോക്ടർ ഒന്നും വിട്ടു പറയുന്നില്ല സഞ്ജു. നീ ഒന്ന് വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ ആകെ പേടിയാവുക. നേഴ്സ് വരുന്നു.
സിസ്റ്റർ, എനിക്ക് അമ്മയൊന്ന് കാണണം. എല്ലാവരും നല്ല ടെൻഷനില്ല. പ്ലീസ്. ഒരാൾ വന്നോളൂ. അമ്മോ, നീ പോയി അമ്മയൊന്ന് കണ്ടിട്ട് വാ. കുട്ടി വന്നോളൂ. ഡോക്ടർ, ആ കുട്ടി വന്നിട്ടുണ്ട്. ആ വരൂ, ഇങ്ങോട്ട് വരൂ. മോളൊന്ന് വിളിച്ചു നോക്ക്. വിളിക്കേ. അമ്മേ, അമ്മേ, അമ്മ ഞാൻ കണ്ണു തുറക്കമ്മേ. അമ്മേ, അമ്മേ, അമ്മ. അമ്മേ, അമ്മ. അമ്മേ, ഞാൻ വന്നു. ഡോക്ടറെ, അമ്മ. അത് മരുന്നിന്റെ മയക്കമാ. ഇനി പേടിക്കാനൊന്നുമില്ല. കുട്ടി പുറത്തേക്ക് വെക്കുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മണിക്കുട്ടാ, നീ എന്നെ കുറിച്ചാ പറയുന്നതെന്ന് ഓർമ്മ വേണം. നിന്നെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, നിന്റെ തൂവൽ മുഴുവൻ പിച്ചി കളഞ്ഞിട്ട് നിന്റെ പച്ചയ്ക്ക് പൊരിക്കും ഞാൻ. അത് തന്നെ എന്നെ വിഷമിപ്പിക്കുന്നത്. അപ്പോ അവളെ ഈ വീട്ടിൽ ദത്തെടുക്കാതെ നോക്കണം. അത് തടയാൻ എന്തെങ്കിലും ഒരു മാർഗം കാണണം. നീ ഒരു കാര്യം ചെയ്വാറു. കല്യാണ മണ്ഡപത്തില് ജാസ്മിൻ നടത്തിയ നാടകത്തെ കുറിച്ച് എങ്ങനെയെങ്കിലും സുശീൽ ആന്റിയെ അറിയിക്കേ. അപ്പോ ജാസ്മിന്റെ തനിനിറം ആന്റിക്ക് മനസ്സിലാവുമല്ലോ. അന്നേരം ആന്റി അവളെ ദത്തെടുക്കാതെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോളൂ. ശരി, നീ പറയുന്ന പോലെയൊക്കെ തന്നെ ചെയ്യാം. ഇതൊരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നീയും നിന്റെ ശിങ്കിടിയും തമ്മിലുള്ള പ്ലാൻ ഒക്കെ കൊള്ളാം. അതിനു മുമ്പേ നീ ഒരു കാര്യം ഓർത്തോ പാർവതി. കല്യാണ മണ്ഡപത്തിൽ ഞാൻ നടത്തിയ നാടകത്തെക്കുറിച്ച് നീ പുറം ലോകത്തെ അറിയിക്കാനെങ്ങാനും ശ്രമിച്ച, നിന്റെ സഹോദരി ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞാണ് വിപിനെ കല്യാണം കഴിച്ചതെന്നുള്ള രഹസ്യം ഞാനും പുറത്തു പറയും. അപ്പോ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ എന്ന് പറയുന്ന പോലെ നിന്റെ സഹോദരി എങ്ങനെയാണോ ഈ വീട്ടിലേക്ക് വന്നത്, അതുപോലെ വെറും കൈയോടെ നാട്ടിലേക്ക് മടങ്ങി പോവേണ്ടി വരും. എന്താ, അത് നിനക്ക് ഓക്കെയാണോ? അത് നിനക്ക് സമ്മതമാണോന്ന്? എന്തു പറ്റി പാർവതി, നിന്റെ ആവേശമൊക്കെ പെട്ടെന്നങ്ങ് കെട്ടുപോയോ? നീ എന്താ ഇപ്പൊ എന്നെ വെല്ലുവിളിക്കാത്തേ? എന്തടി നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? പാർവതി, ഞാനിപ്പൊ തന്നെ എല്ലാരും വിളിച്ച് പറയട്ടെ.
നിന്റെ അനിയത്തിയുടെ ദിവ്യഗർഭത്തെ കുറിച്ച് പറയട്ടെ. ഇപ്പൊ തന്നെ പറയാം. സുശീലാന്റി. ജാസ്മിൻ വേണ്ട, ഇതൊന്നും ആരും അറിയിക്കണ്ട. അല്ല, അറിയിച്ചേക്കാന്നേ. നീ എന്തായാലും എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പോവല്ലേ? അപ്പോ നിനക്കിട്ടൊരു മറുപണി പണിയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അല്ലെങ്കിലേ ഈ ജാസ്മിൻ വെറൊരു മൊരവാഴയാണെന്ന് കരുതില്ലേ? അയ്യോ വേണ്ട വേണ്ട ജാസ്മിൻ, ഒന്നിനും ഞാൻ വരുന്നില്ല. എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് എന്റെ അനിയത്തിയുടെ ജീവിതമാ. അത് നീയായിട്ട് നശിപ്പിക്കരുത്. നീ ഇവിടെ തന്നെ താമസിച്ചോളൂ. അതിന് തടസ്സമുണ്ടാക്കാൻ ഞാൻ വരില്ല. ഞാൻ വരില്ല ജാസ്മിൻ. പാർവതി, നീ ഒന്നോർത്തോ, നീ കളിക്കുന്നത് ജാസ്മിനോടാ. ജയിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. എന്ത് നെറികേട് വേണമെങ്കിലും ഞാൻ കാണിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറി വന്നവളാണ് ഈ നിൽക്കുന്ന പാർവതി. അവളെ ഇപ്പൊ ഈ വീട്ടിലെ മകളാണ്. ഇവളെ സദാ ദ്രോഹിക്കുന്ന ആളാണ് ഈ ജാസ്മിൻ. അങ്ങനെ ഒരാളെ ഒരിക്കലും ഈ വീട്ടിലേക്ക് ദത്തെടുക്കാൻ പറ്റില്ല. എന്താ എന്താ അമ്മയുടെ അഭിപ്രായം? അമ്മയത് പറയണം. നിന്റെ അഭിപ്രായം തന്നെയാ എനിക്കും. ആ, നീ കേട്ടല്ലോ. വിശാലും ജാസ്മിനും തമ്മിൽ പറഞ്ഞു വെച്ച വിവാഹം മുടങ്ങിയത് കൊണ്ടല്ലേ ജാസ്മിൻ ഇവിടെ താമസിക്കേണ്ടി വന്നത്. ആ, ഇപ്പോ വീണ്ടും വിശാലും ജാസ്മിനും തമ്മിലുള്ള വിവാഹം നടത്താൻ നോക്കി, അതും മുടക്കി. വിശാല് പാർവതിയുടെ ഭർത്താവായിരിക്കെ അവനെ കൊണ്ട് ജാസ്മിനെ വിവാഹം കഴിപ്പിക്കാൻ ഒരുങ്ങിയത് തന്നെ തെറ്റാണ്. ഞാനും ഗോപി ഇവിടെ ഇല്ലായിരുന്നെങ്കിലും ഇവിടുത്തെ വിവരങ്ങളെല്ലാം കൃത്യമായി ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ജാസ്മിൻ, ഇനി എന്തായാലും നീയും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി പോകുന്നതാണ് നിനക്ക് നല്ലത്. അമ്മേ, ഞാനൊന്ന് പറയട്ടെ. സുശീലേ, നിനക്കിവളെ ദത്തെടുത്തേ തീരുവെങ്കിൽ ആവാം. പക്ഷേ അതിനുശേഷം നിനക്കും ഇവൾക്കും ഇവിടെ താമസിക്കാൻ പറ്റില്ല. അമ്മേ, അതുവരെ ഒന്നും കാത്തു നിൽക്കണ്ട. ഇവരെ ഇപ്പൊ തന്നെ ഇറക്കിവിടുന്നതാ നല്ലത്. അതാ ഈ കുടുംബത്തിന്റെ സമാധാനത്തിന് ആവശ്യം. ഇറങ്ങ, രണ്ടും ഇപ്പൊ ഇറങ്ങണം. ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? അച്ഛാ വേണ്ട, ഇവരെ ഇവിടുന്ന് ഇറക്കി വിടരുത്. അത് ഭയങ്കര കഷ്ടമാണ്. അമ്മ പോയതിനു ശേഷം എന്നെ വളർത്തിയത് ആന്റി അല്ലേ അച്ഛാ? ആ നന്ദിയും കടപ്പാടും മറക്കാൻ പാടുണ്ടോ? അതൊന്നും മറക്കാൻ പാടില്ല. ആന്റി ഇവിടെ തന്നെ നിൽക്കണം. അച്ഛനോടും അച്ഛമ്മയോടും ഞാൻ അപേക്ഷിക്കുക, ഇവരെ പുറത്താക്കരുത്. വാ അമ്മേ.
മോനെ, ഞങ്ങൾ ഇറങ്ങിക്കോളാം. ഏയ് വേണ്ട, ആരും എവിടെയും പോകുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, ശ്രീകുട്ടി, മോളെ, മോളെ. അമ്മേ, എവിടെയായിരുന്നു അമ്മേ? അമ്മേ, ഞാൻ എവിടെയൊക്കെ തെരഞ്ഞെന്നോ? ഞാൻ എത്രമാത്രം പേടിച്ചു എന്നറിയോ? അമ്മയ്ക്ക് ശ്രീകുട്ടീനെ വേണ്ടേ? അങ്ങനൊന്നും പറയല്ലേ മോളെ. അമ്മ കരയില്ലമ്മേ, എനിക്ക് പനി കുറവുണ്ട്. ഇല്ല മോളെ, ഇനി ഞാൻ കരയുന്നില്ല. കുറച്ചേരം അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ഇവിടെ കിടക്കോ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ മോളെ? വസുന്ധരാമ്മ ഇപ്പൊ വരും. എന്നെ കണ്ട പറ്റില്ല. എന്നാലും കുറച്ചു നേരം. മോളെ, മോളെ, അമ്മ ഇനി എന്റെ അടുത്തുനിന്ന് പോവല്ലേ അമ്മേ? ഇല്ല മോളെ, അമ്മ ഒരിടത്തും പോകുന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ശരി, ഓക്കെ, ബൈ. അയ്യോ, അമ്മ, ചേച്ചി, അശ്വതി ചേച്ചി, ചേച്ചി, അമ്മ, ചേച്ചി. അമ്മ പറയമ്മേ, അമ്മ ശ്രീകുട്ടിയുടെ അടുത്തുനിന്ന് പോവോ? ഇല്ല, അമ്മ പോവില്ല. അമ്മ ശ്രീകുട്ടിയെ വിട്ട് പോവില്ല. മോള് വിഷമിക്കരുത്. ചേച്ചി, അശ്വതി ചേച്ചി. ഈശ്വരാ. അയ്യോ മോളെ, വസുന്ധരാമ്മ. അമ്മേ, അമ്മ അവിടെ വിളിക്ക്. അയ്യോ ഓ അമ്മേ, ചെല്ല്. നമുക്ക് ബാക്കി കഴിച്ചാലോ? അമൃതേടത്തി ഇപ്പൊ എന്നെ കാണണ്ട. ഞാൻ എന്തിനാ ഇവിടെ വന്നേന്ന് ചോദിക്കും. അത് പിന്നെ സംശയവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദൈവമേ, ഇതൊരു ഹോസ്പിറ്റൽ അല്ലേ? ഒരു എമർജൻസി കാര്യമുണ്ട്, ഒന്ന് മാറി നിൽക്കൂ പ്ലീസ്. ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ? സെൽഫി ഒക്കെ എടുക്കാം. ഇപ്പൊ ഇയാളെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്. ഞാനൊരു എമർജൻസി മാറ്റർ പറഞ്ഞോട്ടെ പ്ലീസ്. വാ. ഇപ്പൊ ഇവിടെ നീ എന്തിനാ വന്നത്? അത് എന്താ ശ്യാമയ്ക്ക് നല്ല സുഖമില്ലേ? അങ്ങനെ വന്നാണോ? അതെ. എന്താ സുഖം? അത് 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 സുഖമില്ല. രോഗത്തിന് പേരില്ലേ? അത്
എന്നാ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എവിടെ? മെഡിസിൻ എവിടെ? എടുക്ക്. ഇതൊന്നും അല്ല, അരുൺ പറഞ്ഞിട്ടാ ഇവൾ ഇവിടെ വന്നത്. ഞാൻ പറഞ്ഞിട്ടോ? അതെ, ശ്രീകുട്ടിയെ സുഖമില്ലാതെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണെന്ന് അരുൺ ശ്യാമയെ വിളിച്ച് പറഞ്ഞു. ഞാൻ അറിയാത്ത കാര്യങ്ങൾ നീ വെറുതെ പറയരുത്. ഇത് ഉറപ്പാ, ഇവള് വന്നത് ശ്രീകുട്ടിയെ കാണാൻ തന്നെയാ. എടുത്തി കുഞ്ഞിനെ കണ്ട അസുഖം എങ്ങനെ, ഏത് രീതിയിലാണെന്നൊക്കെ കണ്ടെത്താൻ, എന്നിട്ട് ആ കാര്യം അശ്വതിക്ക് പറഞ്ഞു കൊടുക്കാൻ. ഒരു കാര്യം തീർച്ചയാ, അശ്വതിയെ എവിടെയോ ഇവള് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അശ്വതി ഇവളോടൊപ്പം വന്നിട്ടുണ്ട് അവളുടെ മോളെ കാണാൻ. അശ്വതി എവിടെ? പറ. അവളെവിടെ പോവാനാ? അവള് വന്നിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടിയുടെ അടുത്ത് തന്നെ കാണും. അത് അവളെ കയ്യോടെ പിടിക്കണം, എന്നിട്ട് അശ്വതിയെ ഇപ്പൊ തന്നെ പോലീസിൽ ഏൽപ്പിക്കണം. ആ, അത്രയ്ക്കായോ? മാറങ്ങോട്ട്. ഏട്ടാ, അശ്വതി ചേച്ചി ആ റൂമിലുണ്ട്. അശ്വതി കണ്ട പ്രശ്നമാവില്ലേ? എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അവരുടെ വേഗം അവിടേക്കൊന്ന് ചെല്ല. എങ്ങനെയെങ്കിലും അശ്വതി ചേച്ചി ഒന്ന് രക്ഷിക്കാൻ നോക്ക്. ഞാൻ എന്ത് ചെയ്യാനാ? ഏട്ടാ, ഏട്ടൻ എന്തെങ്കിലും വേഗം ഒന്ന് ചെയ്യ. ഞാനും അശ്വതി ചേച്ചി അവിടെ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി നോക്കാം. ഏട്ടാ ചെല്ല ചെല്ല. ദൈവമേ, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ എന്താ ഐശ്വര്യ തിരയുന്നേ? എന്താ ഐശ്വര്യേ? ഐശ്വര്യ, നീ കാര്യം എന്താന്ന് പറ. അമ്മേ, അശ്വതി ഇവിടെ എവിടെയോ ഉണ്ട്. അശ്വതിയോ? എവിടെ? ശ്യാം ഇവിടെ ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോ അവൾക്കൊപ്പം അശ്വതി കാണും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ ഭഗവാനെ, എന്താ ഈ കാണുന്നേ? എന്ത് പറ്റിയതാണ്? പറ, പറയാൻ. ചന്ദ്രേട്ടാ, പ്ലീസ് പ്ലീസ്, ഒച്ച വെക്കല്ലേ, ആരെ അറിയിക്കരുത് പ്ലീസ്. പറയടാ, എന്നോട് സത്യം പറ. എന്ത് പറ്റി നിനക്ക്? സത്യം പറയണം നീ. എടാ പറയാൻ. എന്റെ ഭഗവാനെ, പൂജാമുറിയിലെ കിണ്ടിയും വെള്ളവും പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായതാ എന്തോ നിനക്ക് പറ്റിയിട്ടുണ്ടെന്ന്. ഈശ്വരൻ അപ്പോഴേ എനിക്ക് കാണിച്ചു തന്നതാ. പക്ഷെ നീ വന്ന് നേരിട്ട് കണ്ടപ്പോ ഒന്നും പറ്റിയില്ലല്ലോന്ന് ഞാൻ ആശ്വസിച്ചു. എന്നിട്ട് മറച്ചു പിടിച്ചിരിക്കായിരുന്നല്ലേ എന്നോട് പറയാതെ. എനിക്കറിയണം സത്യം എന്താണെന്ന് പറ. എടാ പറയാൻ. സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞ അഞ്ജലിയെ കുറിച്ച് കൂടുതലായി പറയേണ്ടി വരും. കല്യാണം കഴിച്ചതുപോലെ ഒരുമിച്ച് ജീവിക്കണമെന്നും പറയേണ്ടി വരും. എടാ പറയാൻ, സത്യം പറയാൻ. എന്ത് പറ്റിയടാ നിനക്ക്? അത് അമ്മ, ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയതാ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. ചെറിയ ആക്സിഡന്റോ? കണ്ടാലറിയാലോ ഇതത്ര ചെറിയ മുറിവൊന്നും അല്ല. സത്യം പറ പ്രസാദേ, നീ ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കിയതാണോ? ഓ എന്റെ അമ്മയും, സത്യം ഞാനീ പറയുന്നേ. എനിക്ക് ഒരു കുഴപ്പമില്ല. ആക്സിഡന്റ് പറ്റിയ ഉടനെ ഹോസ്പിറ്റലിൽ പോയി ചെറിയ 2 സ്റ്റിച്ച് കിട്ടും. ഇടയ്ക്ക് മരുന്ന് വെക്കണം, തന്നിരിക്കുന്ന 1-2 ടാബ്ലറ്റും കഴിക്കണം, അത്രേ ഉള്ളൂ. 3-ാം ദിവസം പാട് പോലും ശരീരത്തിൽ കാണത്തില്ല, ഉറപ്പാ. എന്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഭഗവാന്റെ മുമ്പില് എന്ന് വിളക്ക് തെളിയിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നതേ ഒരേ ഒരു കാര്യം മാത്ര, എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും വരില്ലേ എന്ന്.
ഭഗവാനാ നിന്നെ കാത്തത്. എന്നെ കാത്തത് ഭഗവാനല്ലമ്മേ, ജീവിച്ചിരിക്കുന്ന ഒരു ഭഗവതിയാ, ഒരു ദേവതയെന്നും പറയാം. ദേവതയോ? ആരാത്? അമ്മ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ അയച്ചതാവും എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ ദേവതയുടെ പേര് അഞ്ജലി എന്നാണമ്മേ. അവള് വ്രതമെടുത്ത് തിരിച്ചു പിടിച്ചതാ എന്റെ ഈ ജീവൻ. നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? തീർച്ചയല്ലേ? ഇല്ലമ്മേ, തീർച്ചയാ. എന്തായാലും ഇന്നിനി പോകാനൊന്നും നിൽക്കണ്ട, കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. അയ്യോ, അത് മാത്രം പറയല്ലേ അമ്മേ. ഒരു 100 കൂട്ടം ജോലികൾ ബാക്കി കിടക്കാം അവിടെ. താമസിക്കാതെ ഇവിടുന്ന് പുറപ്പെട്ടാലേ ഉച്ച കഴിയുമ്പോഴേക്കും വീട്ടിലെത്തും. എന്നാലും ഒരെന്നാലും ഇല്ല. അച്ഛനും അമ്മയെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാ ഞാൻ വന്നത്. പോവാതെ പറ്റില്ലമ്മേ. പിന്നൊരു കാര്യം, ഈ ആക്സിഡന്റ് പറ്റിയ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അറിഞ്ഞെല്ലാരും വിഷമിക്കല്ലേ. അമ്മയായിട്ട് ഇനി ആരോടും പറയാൻ നിൽക്കരുത് പ്ലീസ്. അല്ല, അമ്മ എന്തേ കൊണ്ടുവന്നത്? സാരിയാണല്ലോ. ഇതാർക്കാ? അഞ്ജലിമോക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചു വെച്ചതാ. ആർദിക്കുള്ളത് ഞാൻ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. ഓ, ഇത് ഞാൻ കൊണ്ടുപോയി കൊടുക്കണമായിരിക്കും. ശരി, ആയിക്കോട്ടെ. നല്ല സൂക്ഷിച്ച് വണ്ടി ഓടിക്കാവൂ കേട്ടല്ലോ മോനെ. എന്തേലും പറ്റി അറിയാലോ. ഏയ്, ഒന്നുമില്ലമ്മേ. അമ്മ കണ്ണു തുടച്ചേ. ഇറങ്ങാൻ പോവാ ഞങ്ങള്. കണ്ണീര് കാണിച്ചു വേണ്ട യാത്ര പറച്ചില്. അപ്പോഴിനി അടുത്ത വരവിന് കാണാം. നിക്കാൻ പറഞ്ഞ കേക്കില്ലല്ലോ. ഇനി ഞാനായിട്ട് മുടക്കമൊന്നും പറയുന്നില്ല. അവരിറങ്ങിയോ നോക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഞ്ജലി, ഐ എം സോറി. എന്തിന്? എനിക്ക് വിഷമമായില്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിനും പെരുമാറിയതിനും? ഏയ് ഇല്ല. സോറി. തെറ്റുപറ്റിപ്പോയിന്ന് തോന്നിയ പിന്നെ ക്ഷമ ചോദിക്കുക ശരിയായ പ്രായച്ചിത്തും. അതിന് പ്രസാദേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ ചിന്തിച്ചു പോലുമില്ല, സത്യം. ഏയ്, അങ്ങനെയല്ല. എന്ത് കാരണത്തിന്റെ പേരിലായാലും ഞാൻ അങ്ങനെയൊക്കെ പറയാനോ പ്രവർത്തിക്കാനോ പാടില്ലായിരുന്നു, പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്. അല്ല പ്രസാദേട്ട, ഒരിക്കലും അല്ല. എനിക്കാ തെറ്റുപറ്റിയത്. എവിടെ പോവായിരുന്നെങ്കിലും പ്രസാദേട്ടനോട് പറയണമായിരുന്നു. ഞാനത് ചെയ്തില്ല. സത്യം പറഞ്ഞ ഞാൻ വല്ലാതെ പേടിച്ചു. തനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന് ആലോചിച്ചപ്പോ തലയ്ക്ക് തീ പിടിച്ച പോലായി. ഇത്രയും നാൾ കൈവെള്ളയിൽ വെച്ച് കാത്തു പരിപാലിച്ച് കൊണ്ടുവന്നിട്ട് ഒറ്റ നിമിഷം കൊണ്ട് കൈവിട്ടു പോയെന്നൊരു തോന്നൽ. ഒരു നിമിഷം എന്റെ മനസ്സ് ഞാൻ പിടിച്ചെടുത്തു നിന്നില്ല. അതാ സംഭവിച്ചത്. ഏയ്, അതൊന്നും സാരമില്ല. മറ്റുള്ളവരെന്ത് കരുതിയാലും സാരമില്ല. എനിക്കല്ലേ അറിയൂ എനിക്ക് വേണ്ടി പ്രസാദേട്ടൻ എന്തെല്ലാം ചെയ്തോന്ന്, എവിടെയൊക്കെ ജീവൻ പണയം വെച്ച് ഫൈറ്റ് ചെയ്തോന്ന്. വേണ്ടപ്പെട്ടവര് പോലും കൂടെ നിൽക്കാത്ത ഈ ലോകത്ത് ഒരാള് സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ച് കൂടെ നിൽക്കാന്ന് പറഞ്ഞ അതിനേക്കാളും വലിയ ഭാഗ്യം എന്താ ഉള്ളത്? അങ്ങനെയുള്ള അവകാശമോ അധികാരമോ ഒന്നും മനസ്സ് വെച്ചിട്ടല്ല. തനിക്കെന്തെങ്കിലും അപകടം പറ്റിയാലോ എന്നുള്ള വേവലാതി. വീണ്ടും വീണ്ടും പറയണ്ട, അതെനിക്ക് മനസ്സിലായി. എന്റെ കാര്യത്തിൽ ഉത്കണ്ഠപ്പെടാനും ആദ്യ കയറാനും ഒക്കെ ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്നുള്ളതാ സത്യത്തിൽ ഇപ്പൊ എന്റെ സമാധാനം. അതറിയോ പ്രസാദേട്ടന്? അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. പ്രസാദേട്ടന് ഞാൻ ഒന്നും തന്നിട്ടില്ല ഇതുവരെ. കയ്യിലുള്ള സ്വന്തം ജീവിതം കൂടി പിടിച്ചു വാങ്ങിയിട്ടേയുള്ളൂ ആരതിയുടെ ജീവിതം സംരക്ഷിച്ചു പിടിക്കാൻ. നാളെ മറ്റൊരു പെണ്ണിനെ ഭാര്യയായി സ്വീകരിക്കേണ്ട ആളാണ് എന്നതുപോലും മനഃപൂർവ്വം മറന്ന് ഭാര്യവേഷം കെട്ടി നിൽക്കുക ഞാനിവിടെ. എന്നിട്ടും പ്രസാദേട്ടൻ എന്നോട് പരാതി പറഞ്ഞോ? ഇല്ല. ഒരു നോട്ടം കൊണ്ടുപോലും കുറ്റപ്പെടുത്തിയോ? ഇല്ല. ഇത്രയും ദയ ഈശ്വരന്മാര് പോലും കാണിക്കില്ല. അതാണ് വാസ്തവം. അഞ്ജലി, സത്യം പറഞ്ഞ എന്റെ മനസ്സിലിപ്പോ പ്രസാദേട്ടന് ഈശ്വരന്റെ സ്ഥാനോ. എന്നെ ശപിക്കാനോ തല്ലാനോ
എന്തിനേറെ ഈ ജീവൻ പോലും തിരിച്ചെടുക്കാനോ ഉള്ള അവകാശം പ്രസാദേട്ടനുണ്ട്. ഞാൻ ചെയ്ത അവിവേകത്തിന് പ്രസാദേട്ടൻ വേണം എന്നോട് ക്ഷമിക്കാൻ. ഐ എം സോറി. എന്റെ നെഞ്ചി കല്ലൊന്നുമല്ല. എന്നോട് കരുതലുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ സങ്കടങ്ങളെ തിരിച്ചറിയാനും കഴിവുള്ളൊരു ഹൃദയം തന്നെയാ. അതുകൊണ്ട് പറഞ്ഞതും ചെയ്തതും ഓർത്ത് പ്രസാദേട്ടൻ വിഷമിക്കരുത്. എന്നോട് പ്രസാദേട്ടന് അതിനുള്ള അവകാശമുണ്ട്, എന്നും എപ്പോഴും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുത്തശ്ശി, മീനാക്ഷി, എന്താ ഇത്? എഴുന്നേക്ക്. മുത്തശ്ശി, എനിക്ക് മാപ്പ് തരണം. എഴുന്നേക്കാൻ. മരിച്ചുപോയ ഒരാളോടുള്ള അവസാനത്തെ കടമയാ ഞാൻ ചെയ്ത് തീർത്തത്. എന്നും ശാന്തി കിട്ടാതലേന്ന് എന്റെ അമ്മയുടെ ആത്മാവ് ഈ കുടുംബത്തിന്റെ മേല് ഒരിക്കലും ഒരു ശാപമായി മാറരുത്. അതും കൂടി കരുതിയിട്ട ഞാനിത് ചെയ്തത്. എനിക്കറിയാം എന്റെ അമ്മ മുത്തശ്ശിയോടും ഈ കുടുംബത്തോടും ചെയ്ത ദ്രോഹം. ഞാനിങ്ങനെ ഒരു കർമ്മം ചെയ്ത അതിവിടെ എല്ലാവരെയും വേദനിപ്പിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ആരോടും പറയാതെ ആരെയൊന്നും അറിയിക്കാതെ ഈ കർമ്മം ചെയ്തത്. ആരൊക്കെ എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും അവരെനിക്ക് ജന്മം തന്ന അമ്മയല്ല മുത്തശ്ശി. എല്ലാവരും പോലെ എനിക്കവരെ തള്ളിക്കളയാനാവും മുത്തശ്ശി. ഞാൻ ചെയ്തത് മുത്തശ്ശിയുടെ മനസ്സിനെ നന്നായി വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. മുത്തശ്ശി, എനിക്ക് മാപ്പ് തരണം. മുത്തശ്ശിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പഴയതുപോലെ ഔട്ട് ഹൗസിൽ പോയി താമസിച്ചോളാം. എന്നാലും എന്നെ ഇവിടുന്ന് പടിയിറക്കി വിടരുത്. പടിയിറക്കി വിടാനല്ല, കുലദൈവങ്ങളെ സാക്ഷി നിർത്തി കുടുംബക്ഷേത്രത്തിൽ വച്ച് നിന്നെ പടിയേറ്റ് നടത്തി സ്വീകരിച്ചതും സ്വന്തമാക്കിയതും. നിനക്കുള്ള സ്ഥാനം ചെമ്പകമംഗലം തറവാട്ടിലല്ല, ഈ മുത്തശ്ശിയുടെ ഹൃദയത്തിലാ. എന്റേന്ന് മാത്രമാണെന്ന് നീ എന്ന് വിശ്വസിക്കുമ്പോ നീ മറ്റുള്ളവരുടേതായി പോവെന്നുള്ള പേടി കൊണ്ട് മുത്തശ്ശി വഴക്കിട്ടതാ. മകളുടെ മകളോട് അനുപമമായ സ്നേഹം മകളോടുള്ളതിനേക്കാൾ ഇരട്ടിയ. എന്റെ കുഞ്ഞിന് മറ്റൊരവകാശം ഉണ്ടാവാൻ പാടില്ല. അത്രയ്ക്ക് വിലപ്പെട്ടവള എന്റെ പൊന്നുമോളെ ഞങ്ങൾക്ക്. മോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ടെറസിലേക്ക് പോയത് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാൻ. രാത്രി 12:30 മണിക്ക് ടെറസിൽ ഒറ്റയ്ക്കോ? അതിനെന്താ,
രാത്രി 12:30 ടെറസിൽ ഒറ്റയ്ക്ക് ഇരുന്നൂടെ? അല്ല, പാതിരാത്രി കഴിഞ്ഞ പ്രേതങ്ങളുടെ സഞ്ചാരം. കാട്ടിലെ മൃഗങ്ങളും നാട്ടിലെ പ്രേതങ്ങളും. ചുടലയക്ഷി, വടയക്ഷി, മാടൻ, മറുത, അറുകൊല. ഇതൊക്കെ പ്രേതങ്ങളുടെ പേരുകളാണോ? അതെ. പക്ഷേ ഈ പോലീസുകാർക്ക് ഒരു പ്രേതങ്ങളെയും പേടിയില്ല. മീനാക്ഷി, നീ ടെറസിലേക്ക് വരുന്നു? എനിക്ക് മട്ടില്ല ACP. ടെറസിൽ നിന്നാലേ അനന്ത കോടി നക്ഷത്രങ്ങളെയും കാണാം. നടുവിൽ ചന്ദ്രക്കലയും കാണാം. ഒഴുകി വരുന്ന മേടമാസക്കാറ്റിൽ ലയിച്ചു നിൽക്കാം. ഓ, പൈങ്കിളി പൈങ്കിളി. ആ, നീ വാ. ഇതിന്റെ കൂടെ ഒരു നിര പ്രേതങ്ങളെയും ഞാൻ കാണിച്ചുതരാം. നീ വാ. എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് ഉറക്കമില്ല. മുറിയിലിരുന്ന മാധുരയും അച്ഛനെയും ഓർത്ത് കരയേണ്ടി വരും. എന്നാ പിന്നെ കുറച്ചു നേരം പോയി ടെറസിലിരിക്കാം. ഇതെന്താ, ദീപാവലിയാണോ? നീ അവിടെ നിന്ന് താഴേക്ക് നോക്ക്. നക്ഷത്രങ്ങളുടെ ദീപാവലി കാണാം. നോക്ക്. മുത്തച്ഛന്റെ മീനാക്ഷിക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ. താങ്ക് യു മുത്തശ്ശ. മുത്തശ്ശിയുടെ പൊന്നുമോൾക്ക് പിറന്നാൾ ആശംസകൾ. താങ്ക് യു മുത്തശ്ശി. പൊന്നുമോൾക്ക് അമ്മയുടെ പിറന്നാൾ ആശംസകൾ. ഇതിന്റെ എല്ലാം ഡയറക്ടർ ദൈവമേയാ. ബർത്ത്ഡേ മധുരമായി മോൾക്ക് വേണ്ടി പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ നന്ദിനി? എന്നാ നമുക്ക് പായസം കുടിച്ചോണ്ട് ബർത്ത്ഡേ ഫംഗ്ഷൻ പതിയെ സ്റ്റാർട്ട് ചെയ്യാം. അത് പിന്നെ ഏട്ടതേ, അമ്മ മകൾക്ക് തൊട്ടു കൊടുത്തുകൊണ്ട് അത് ആരംഭിക്കാം. ഓ, എന്റെ കുഞ്ഞിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദീർഘായുസ്സും കൊടുക്കണേ എന്റെ ഭഗവാനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.